എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബിന്ദു കോതേരി. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തോ മാം. അപ്പൊ ആ കട്ട മുകളിലേക്ക് പോയിക്കോളൂ. അതിന്റെ താഴെ വെച്ച് ക്ലിക്ക് ചെയ്യാ. AI ഫോട്ടോ ആണോ? ഒന്നും കാണുന്നില്ല. ഓക്കെ. ബ്ലാങ്ക്. യെസ്. ഞാൻ ബിന്ദു കോതേരി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയിൽ സ്റ്റുഡന്റ് കൗൺസിലറായി വർക്ക് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷണൽ ഒബ്ജectives ഇതൊന്ന് ആരെങ്കിലും വായിക്കാവോ? By the end of the training session, all participants will be able to tell 5 points on parenting to nurture a positive, loving relationship with their children. Thank you. Yeah. 5 L's of parenting. നമുക്ക് പാരന്റിങ് ഒരു പാരന്റ് ആവുക, സാധാരണ ഒരു പാരന്റ് ആവുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു ബെസ്റ്റ് പാരന്റ് ആവുക എന്നതാണ് നമ്മൾ ബെസ്റ്റ് പാരന്റ് ആയി തീരുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മള് കുട്ടികള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്, അല്ലേ? എപ്പോഴും നമ്മള് നല്ലത് പറയുന്നതിന് നല്ല കുറെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് അധികം ശ്രദ്ധിച്ച് അതിനെ കുറിച്ച് വഴക്ക് പറയാർക്ക് അങ്ങനെ അനുഭവമില്ലേ നിങ്ങൾക്ക്? അല്ലോ, നമ്മൾ അതിന് പകരം നമ്മള് അവരുടെ ചെറിയ നേട്ടങ്ങളിലൊക്കെ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അവർക്കത് വളരെ ഒരു സന്തോഷം നൽകും. അതുപോലെ ആളുകളുടെ ഇടയിലൊക്കെ അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അതിലൊരു അഭിമാനം വരും. അതുപോലെ അത് വേണ്ട സമയത്ത് അവരെ ശകാരിക്കുകയും ചെയ്യുമ്പോൾ, ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടും നല്ലതും കിട്ടുന്നുണ്ട്, ചീത്തതും കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടിലും അവർക്ക് ശാസിക്കുന്ന സമയത്ത് അവർക്ക് അത് അത്ര ഫീൽ ചെയ്യില്ല. പിന്നെ എന്തൊക്കെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കണം? സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഷൂ കെട്ടാൻ ശീലിപ്പിക്കണം, വേണ്ടേ? വേണം. അതുപോലെ യൂണിഫോം ഇടാനൊക്കെ സ്വയം അവരെ ശീലിപ്പിക്കണം. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാൻ ശീലിപ്പിക്കണം. ഇങ്ങനെ അതുപോലെ നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നതിന് പകരം സ്വയം പഠിക്കാൻ കുട്ടിയെ ശീലിപ്പിക്കുന്നത് അവനിൽ നല്ലൊരു ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പാരന്റിങ്ങിന്റെ 5 Lകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലവ്, സ്നേഹം. സ്നേഹമാണഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാ മോഹനം ഭുവന സംഗമിന്നതി. ഇത് ആരുടെ വരികളാണെന്ന് അറിയാമോ? കുമാരനാശാന്റെ നളിനിയിലെ സ്നേഹമാണെങ്കില് സാരമൊഴി എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ്. ഇതിന്റെ അർത്ഥം അറിയാമോ? ലോകത്തിലെ എല്ലാറ്റിന്റെയും സാരാംശം സ്നേഹമാണ്. ഈ ലോകത്തിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായൊരു വികാരം തന്നെ സ്നേഹമാണ്. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഷോ യുവർ കിഡ്സ് യു കെയർ അബൌട്ട് ദം, സ്പെൻഡ് ടൈം വിത്ത് ദം ആൻഡ് ടെൽ ദം യു ലവ് ദം. Being kind and supportive help them feel safe and happy. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം, അവരെ സ്നേഹിക്കണം. അവർക്കത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കന്റെ കയ്യിലെ പണം പോലെയാണ് എന്നാണ് കേട്ടിട്ടുണ്ടോ ചൊല്ലേ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്.
ബീയിങ് കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ്, അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ എപ്പോഴും ഉള്ള സമയത്താണ് അവർക്കൊരു സേഫ് ഫീലിംഗ് ഉണ്ടാവുക. ഇപ്പൊ നമ്മള് ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ്, ഇല്ലെങ്കിൽ അത് പറഞ്ഞ ഒരു രക്ഷിതാവിനെ നിങ്ങൾക്കറിയാമോ? തിലകൻ. തിലകൻ ഏത് സിനിമയാണ്? പഠികം എന്ന സിനിമയിലെ ഒരു തിലകന്റെ റോളാണ്. ആരാണത്? ആ റോളിന്റെ പേരറിയാമോ? തിലകന്റെ റോള് ചാക്കോ മാഷി എങ്ങനെയുള്ള ഒരു പാരന്റ് ആണ്? ഒരു അതോറിറ്റേറ്റീവ് പാരന്റ് ആണ്. ഒരു ക്രൂവൽ, ഒരു എന്താ പറയാ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള, കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു പാരന്റ്, ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണ്, അല്ലെ? തന്റെ മകന്റെ കഴിവ് മനസ്സിലാക്കാതെ താൻ പറയുന്ന രീതിയിൽ അവിടെ അൺകണ്ടീഷണൽ ലവ് അല്ല അവിടെ ഉള്ളത്. എങ്ങനത്തെ ലവ് ആണ് അവിടെ ഉള്ളത്? മകനോട് കണ്ടീഷൻഡ്, അതായത് താൻ വിചാരിക്കുന്ന പോലെ മകനായി തീരാത്തതിലുള്ള വെറുപ്പ്, അങ്ങനെയല്ലേ അത്? ഇപ്പൊ അവനെ ഒരു ഗുണ്ടയാക്കി മാറ്റുന്നതല്ലേ അതിൽ കാണുന്നത് അച്ഛൻ. അവൻ വിളിക്കുന്ന ഒരു പേരെന്താ അതില്? വണ്ടിക്ക് പേര് ചെകുത്താൻ. അത് അപ്പോ അവിടെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു പാരന്റിങ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളോട്? നമ്മള് സ്നേഹം പ്രകടിപ്പിക്കണം, അവരെ നമ്മളോട് ചേർത്ത് പിടിക്കണം, അല്ലെ? ഹഗ് ചെയ്യണം, കിസ് ചെയ്യണം. ഒരു തലോടലൊക്കെ അവർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, അടുത്ത എല്ലാണ് ലിമിറ്റ്സ്. ലിമിറ്റ്സ് എന്ന് പറയുമ്പോ set rules or set boundaries. Set rules so your kids know what okay and what's not. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ചില അതിരുകളൊക്കെ നമ്മൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയല്ലേ? യെസ്, ശരിയാണ്. This helps them understand what's expected of them and keeps them safe. അങ്ങനെ വയ്ക്കുമ്പോൾ അതവർക്ക് മനസ്സിലാവും അവരെന്താണ് ചെയ്യേണ്ടത്, എന്താണ് പാടില്ലാത്തത് എന്ത് എന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, യു മൈ സെറ്റ് ലിമിറ്റ്സ് ഓൺ സ്ക്രീൻ ടൈം ഓർ ബെഡ് ടൈം. ഇപ്പൊ എല്ലാവരും ഫോണിലാണ് അല്ലെ, എല്ലാ കുട്ടികളും. ഇപ്പൊ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ വായിച്ചു, നിങ്ങൾ എല്ലാവരും വായിച്ചോ? ഉത്തർപ്രദേശിലെ ഫ്ലാറ്റില് 9ാമത്തെ നിലയിൽ നിന്ന് 3 പെൺകുട്ടികളാണ് ചാടി മരിച്ചു, അല്ലെ? എന്തായിരുന്നു റീസൺ? മൊബൈൽ പിടിച്ചു വെച്ചു അച്ഛൻ, ഗെയിം കാണിക്കാതെ മൊബൈൽ അച്ഛൻ വാങ്ങി വെച്ചു. അവര് കൊറിയൻ സീരീസിനും ഗെയിമിനും ഒക്കെ അഡിക്റ്റ് ആയിരുന്നു, അല്ലെ? അവര് എഴുതി വെച്ചത് എന്താ? ഗെയിം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയാൻ പറ്റില്ല, അല്ലെ? അവരുടെ ലോകം അതാണ്. അതെ, അത് അങ്ങനെ എഴുതി വെച്ച് അവര് അവിടെ നിന്ന് ചാടി മരിച്ചു. അത് ഇന്നലത്തെ പത്രത്തിൽ മറ്റൊരു ന്യൂസ് കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഭോപ്പാലിലുള്ള 14 വയസ്സുകാരൻ ഏത് ഗെയിമാണ്? ഫ്രീ ഫയർ ഗെയിമിന് അഡിക്റ്റ് ആയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ അവൻ ഡിപ്രഷൻ വന്നു, സൂയിസൈഡ് ചെയ്തു, അല്ലെ? അപ്പൊ ഇത് ഇപ്പോ സർവ്വസാധാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം ഈ സ്ക്രീൻ ടൈമിന് ഒരു ലിമിറ്റ് കൊടുക്കേണ്ടത്, ഒരു അതിര് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അതിനുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വലിയ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അടുത്ത L എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ലിസണിങ്, നല്ലൊരു കേൾവിക്കാരനാവുക. ബി എ ഗുഡ് ലിസണർ. ലിസൺ ടു യുവർ കിഡ്സ് വെൻ ദേ ടോക്ക്. കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ കേട്ടിരിക്കണം, വേണ്ടേ?
അവര് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. സ്കൂളിലെ കാര്യങ്ങള്, ടീച്ചേഴ്സിന്റെ അടുത്തുള്ള കാര്യങ്ങള്, എന്തെങ്കിലും ആരെങ്കിലും അവരോട് എന്തെങ്കിലും സംസാരിക്കുക, വിഷമിപ്പിക്കുക, എന്തുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് കേൾക്കാനായിട്ട് നല്ലൊരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആയി അച്ഛനമ്മമാർ നിന്ന് കൊടുത്താൽ എല്ലാ കാര്യങ്ങളും അവര് നമ്മളോട് ഷെയർ ചെയ്യും. Ask them about their day and how they feel. Understanding their thoughts and feelings help them feel valued and supported. അവർക്കൊരു അവരെ ചിന്തകൾ മനസ്സിലാക്കുവാനും നല്ലൊരു വാല്യൂ അവർക്ക് കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കാനാണ് ആളുകളെ കിട്ടാത്തത്. ഹ്യൂമൻ ലൈബ്രറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഡെൻമാർക്കില് 2000 തുടങ്ങിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഹ്യൂമൻ ലൈബ്രറി. അവിടെ നമ്മൾ സാധാരണ ലൈബ്രറിയിൽ എന്താണ് നമുക്ക് കിട്ടാറ്? ബുക്സ് ആണ് വായിക്കാൻ കിട്ടാറ്. എന്നാൽ ഹ്യൂമൻ ലൈബ്രറിയിൽ നമ്മളെ കേൾക്കാൻ ആളുകളെയാണ് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പോക്ക് തന്നെ അതാണ്. ആർക്കും സമയമില്ല, എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പൊ കേൾക്കാൻ തന്നെ ആളില്ല. ഇത് ഒരു ഓസ്ട്രേലിയ അതുപോലെ US അങ്ങനെ ഒരു 80 രാജ്യങ്ങളിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. സാറൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അടുത്തതാണ് ലേണിംഗ്. നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ നമ്മള് ഹെൽപ്പ് യുവർ കിഡ്സ് ലേൺ ന്യൂ തിങ്സ്. കുട്ടികളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം. നിങ്ങള് കുറെ ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്? ഉണ്ടോ? Encourage them to ask questions, read books and explore the world around them. അപ്പൊ അവരുടെ കുട്ടികളെ നമുക്ക് ബുക്കുകൾ വായിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യാം. അവരോട് അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക. ചോദിക്കും തോറും വളരും. And explore the world around them. This builds their confidence and helps them succeed in school and in life. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം അവരിലെ കോൺഫിഡൻസ് ലെവലാണ് കൂടുന്നത്, അല്ലെ? അത് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് അവര് സ്കൂളുകളിലും വിജയിക്കും, അതുപോലെ അവരുടെ ജീവിതത്തിലും വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പ്രഭാതിനെ കുറെ ക്ലാസ്സസ് ഒക്കെ കുട്ടികൾക്ക് എടുക്കാറില്ലേ? മാമിന് എന്തെങ്കിലും ഈ പഠനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ലേണിങ്ങിനെ കുറിച്ചിട്ട് പറയാനുണ്ടോ? എന്താണ് ഒന്നുകൂടി പറയൂ. പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറില്ലേ? അതിൽ ഈ പുതിയ ബുക്കുകള് അതിനെ കുറിച്ച് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും നോളജ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ കണക്ട് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നില്ലേ? ഓരോ കല്യാണപ്പുരയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭക്ഷണം തട്ട്, അപ്പൊ ഞാൻ പറയും ബിരിയാണി കഥ പുസ്തകം വായിക്കണം സന്തോഷ ചിക്കാനത്തിന്റെ. അപ്പോഴേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും. താങ്ക് യു മാം. അപ്പൊ നമുക്ക് കുട്ടികളെ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ, ബുക്സിലെ മാത്രമല്ല പുറമേ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് സ്കൂളിൽ നിന്ന് നിന്നെ പഠിപ്പിച്ചത്? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛന് ഉബണ്ടു അറിയാമോ എന്ന് ചോദിച്ചു. എന്താണ് ഉബണ്ടു? കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ ആണ്. ഉബണ്ടു സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് ഉബണ്ടു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് ഒക്കെ പോലെ ഉപയോഗിക്കുന്നത്. പക്ഷെ കുട്ടി പറഞ്ഞ ഉബണ്ടു അതല്ല. അവൻ പറഞ്ഞ ഉബണ്ടു എന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഫിലോസഫിയാണ്, ഒരു തത്വമാണ്. അതെന്താണെന്ന് വെച്ചാല് അവിടെ എല്ലാവരും ഒരു തുല്യരാണ്. അവരെ പരസ്പരം മത്സരങ്ങളില്ല. അവിടെ എല്ലാവരും തുല്യതയോടെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. മത്സരമില്ലാത്ത ഒരു സ്ഥലമാണത്. അപ്പൊ ഒരിക്കലും അവിടുത്തെ ഒരു ടീച്ചർ കുറച്ച് കുട്ടികളുണ്ട്, അവരോട് പറഞ്ഞു, ഒരു ബോക്സ് ചോക്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതിൽ ആദ്യം ഓടി വരുന്നയാൾക്ക് ഇത് സമ്മാനമായിട്ട് കൊടുക്കുന്നു.
അപ്പൊ ആ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്തു? പരസ്പരം കൈ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവർ ഒന്നിച്ചോടി വന്ന് ആ ചോക്ലേറ്റിന്റെ പെട്ടി എടുത്ത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അതാണ് ഉബുണ്ടു അവിടെ. അങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് കഥാപുസ്തകം വാങ്ങിക്കൊടുക്കുന്നതിലൂടെ അവരിലൊരു വൊക്കാബുലറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഡിസിഷൻ സ്കില്ല്, കുറെ അറിവുകൾ കിട്ടുന്നതിലൂടെയൊക്കെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അവരോട് കാര്യങ്ങൾ ചോദിക്കണം, അവരുടെ അഭിപ്രായം അറിയണം. ഇതൊക്കെ അതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്ത എല്ല് 5 Lsലെ ലാസ്റ്റ് എല്ലാണ് ലോഫ്റ്റർ. Have fun together as a family. Play games, tell jokes, and share funny stories. Laughing together strengthens your bond and makes happy memories. അപ്പോ ഒരു കുടുംബത്തില് നമ്മൾ എങ്ങനെയായിരിക്കണം? ഒരു കുടുംബത്തില് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്നു. ഒന്ന് ഷെയർ ചെയ്യാമോ ആർക്കെങ്കിലും? ഹാപ്പി ആയിട്ടിരിക്കണം. തമാശകളൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇല്ലേ? പരസ്പരം തമാശകൾ പറയാ, അതുപോലെ കളിക്കുക, ഗെയിമുകള്, ഫണ്ണി സ്റ്റോറീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ശരിക്കും അങ്ങനെയുള്ള ഒരു കുടുംബത്തില് ആ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? ട്രോമാസ് കുറയും. അതെ, വളരെ സന്തോഷവും ഒരു എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, അല്ലെ? ഈ ചിരിയുടെ പ്രത്യേകത എന്താണ്? Laughing together strengthens your bond and make happy memories. അല്ലേ? ഒന്നിച്ച് ചിരിക്കുമ്പോ അവിടെ എന്തൊക്കെയാ ഉണ്ടാകുന്നത്? നമ്മുടെ ആ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുകയാണ്, അല്ലെ? ആ ഒരു ബന്ധം, കുടുംബത്തിലെ ബന്ധം, അതുപോലെ അവരിൽ ആ അത്രയും നല്ല മെമ്മറീസ് ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത്. എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള നല്ല ഓർമ്മകൾ. അപ്പൊ ഒന്നിച്ചിരുന്ന് നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കാറ് കുട്ടികളോടൊപ്പം? അതെ, കുട്ടികളുള്ളപ്പോ അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം. അപ്പോ അതെല്ലാം നമ്മളെ ആ ഒരു ഫാമിലിയെ നമുക്ക് ഒന്നിച്ചു നിർത്താനും ആ ഒരു ബോണ്ട് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ ഒരു താക്കോലാണ്, അല്ലേ? പിന്നെ അടുത്തത് റീക്യാപ്പ്. ഇനി നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? 5 Ls ഓഫ് പാരന്റിങ്. ഈ 5 Ls ഓഫ് പാരന്റിങ്ങിലെ ആദ്യത്തെ എൽ എന്താണ്? ലവ്, അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കണം? മാതാപിതാക്കള് കുട്ടികളോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കണം. അവർക്കത് മനസ്സിലാകണം. അവരെ തലോടണം, ചേർത്ത് നിർത്തണം. അടുത്തതോ? അടുത്ത എന്താണ്? രണ്ടാമത്തെ ലിമിറ്റ്സ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് മനസ്സിലാകണം. സ്ക്രീൻ ടൈം കുറയ്ക്കണം. അതിനൊക്കെ ഒരു ബൗണ്ടറി നിശ്ചയിക്കുമ്പോഴാണ് നല്ല വ്യക്തികളായിട്ട് അവര് മാറാൻ സാധിക്കുന്നത്. മറ്റൊന്ന് കേൾവിക്കാരായിരിക്കണ്ടേ? അടുത്ത എല്ലാണ് ലിസണിങ്. താങ്ക് യു. അപ്പൊ മൂന്നാമത്തെ എല്ലാം ലിസണിങ്. ഒരു BA ലിസണർ, പാരന്റ് ഒരു ലിസണർ ആയിട്ട് നിൽക്കണം. നാലാമത്തത് ലേണിംഗ്. നമ്മൾ പുതിയ കാര്യങ്ങള് കുട്ടിയെ പഠിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അടുത്തത് ലാഫിംഗ്, ചിരിക്കുക. ഒന്നിച്ച് ലവ്, ലിമിറ്റ്സ്, ലിസണിങ്, ലേണിംഗ്, laughter.
അടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് നേരിടുന്ന പ്രശ്നമാണ് കുട്ടികളെ വീട്ടിൽ പഠിപ്പിക്കുക എന്നത്. അത് രക്ഷിതാക്കള് സ്കൂളിലെ അധ്യായങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ വീട്ടില്? ഞാനൊക്കെ കാണുന്നത് എന്റെ ഭാര്യ ചൂടാകുന്നൊക്കെ കാണുന്നുണ്ട്, കുട്ടിയോട് വളരെ ചൂടാകുന്നത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? കുട്ടികളെ തന്നെ പഠിക്കാൻ അനുവദിക്കുക. അറിയാത്ത കാര്യങ്ങള് നമ്മളോട് ചോദിക്കുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തു കൊടുക്കാം. പക്ഷെ അവരുടെ ഒപ്പം ഇരുന്ന് സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന ആ ശീലത്തെ മാറ്റിയെടുക്കണം. അപ്പൊ അവരില് ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരും. അവരൊറ്റയ്ക്ക് ഇരുത്തി തന്നെ പഠിപ്പിക്കണം, ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാം. അതവരെ സ്വയം പഠിക്കുന്ന ഒരു ശീലത്തിലേക്ക് വളർത്തിയെടുക്കും. ഇനി എന്തെങ്കിലും? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുവോ? ഈ 5 Ls ശരിക്കും നമ്മള് നടത്തണം. കാരണം വലിയ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യങ്ങളും നമ്മളിൽ ഒരു മാറ്റം വരുത്തിയാൽ പോരെ. ഓരോ രക്ഷിതാവും അറിഞ്ഞ് പഠിച്ചാൽ. അതുകൊണ്ടാണ് ഇപ്പത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ഞാനൊരു പാരന്റ് അല്ല എങ്കിലും തന്നെയാണ് കാരണം. നമ്മൾ വളരാത്ത തന്നെയാണ് പ്രശ്നത്തിനൊക്കെ കാരണം. അതെ അതെ, വെരി ഗുഡ്. അതായത് രക്ഷിതാവിന് കുട്ടികളോടുള്ള ആ ബോണ്ട്, അതിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മൾ കുട്ടികളോട് എത്രത്തോളം ചേർന്നിരിക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കും. ഒരു അഡോളസെന്റ് ആണെങ്കിലും അവരുടെ സുഹൃത്തായിട്ട് മാറുക, എല്ലാ പ്രശ്നങ്ങളും തുറന്ന് അവർ പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക, സപ്പോർട്ട് ചെയ്യുക. വഴക്ക് പറഞ്ഞ് അതിനെ തടയരുത്. പെട്ടെന്ന് വഴക്ക് പറയുമ്പോൾ അവർക്ക് തോന്നും പറയാൻ പാടില്ല, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കേൾക്കും. ആ ഒരു ഉണ്ടാക്കാതെ എല്ലാം കേൾക്കുക, നല്ല രീതിയിൽ അവരെ കറക്റ്റ് ചെയ്തു കൊടുക്കുക. അവർക്കൊരു സപ്പോർട്ട് ആയിട്ട് മാറുക, ഒരു ഫ്രണ്ട് ആയിട്ട് മാറുക, സ്നേഹം കൊടുക്കുക, തലോടുക ഒക്കെ ചെയ്യേണ്ടതാണ്. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടണം കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ ഒരു പാരന്റിന് മാറാൻ കഴിഞ്ഞാൽ ആ കുട്ടികൾ നല്ലൊരു തലമുറയായിട്ട് വളരും. ഇനി ഒന്നുമില്ലല്ലോ അല്ലെ? കൺക്ലൂഷനിലേക്ക് പോട്ടെ. അപ്പോ പാരന്റിങ് എന്നത് പെർഫെക്റ്റ് ആവുക എന്നതല്ല, അതൊരു സാന്നിധ്യമാണ്. ഇപ്പൊ സ്നേഹത്തോടെ മക്കളെ ചേർത്ത് പിടിക്കുകയും അതുപോലെ പരിധികളോടെ നയിക്കുകയും ചെയ്താൽ നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യമുള്ള മനസ്സോടുകൂടി ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് വളരാൻ സാധിക്കും. അപ്പോ കുട്ടികളെ അവര് നമ്മൾ പഠിപ്പിച്ചതൊക്കെ പലപ്പോഴും മറന്നുപോകും. എന്നാൽ നമ്മൾ അവരോടൊപ്പം ചിലവഴിച്ചിട്ടുള്ള ആ നിമിഷങ്ങളും സ്നേഹവും സുരക്ഷയും ഒന്നും അവർ ഒരിക്കലും മറക്കില്ല. അപ്പോ സ്ട്രോങ് പാരന്റ്സ് ഡോണ്ട് കൺട്രോൾ ചിൽഡ്രൻ, ദേ കണക്ട് വിത്ത് ദം എന്നാണ്. കുട്ടികളെ നിയന്ത്രിക്കുന്നതല്ല നല്ല പാരന്റിങ്, അവരുമായിട്ടുള്ള ബന്ധം നിർമ്മിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിന്ദു മാം. അതിനിടയ്ക്ക് എന്റെ നെറ്റ് ഒന്ന് പോയി, അതുകൊണ്ടാണ് കാണാതിരുന്നത്. വളരെ നല്ലൊരു സെഷനാണ് ബിന്ദു മാഡം കാഴ്ചവെച്ചത്. ഇനി ഇതിന്റെ ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഇസ്മയിൽ സാറിനെ വിളിക്കുന്നു. ഇസ്മയിൽ സാർ ഇവിടെ അല്ലേ? ഉണ്ടല്ലോ. ഇസ്മയിൽ സാർ. സോറി, ഞാന് സെഷൻ എടുക്കുന്നു, മിസ്സായിരുന്നു എനിക്ക്. ഓക്കെ ആയിക്കോട്ടെ. മിസ്സായിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സുധാ സാർ, ബഹുമാനപ്പെട്ട ശങ്കനുണ്ണി സാർ, പ്രിയ കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ അനുഭവിച്ച
ബുദ്ധിമുട്ടുകളൊന്ന് ആരെങ്കിലും ഒരാള് പറയാമോ? കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ട്. നമ്മള് തിരുത്താൻ ആഗ്രഹിക്കുന്നത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും. ഇനി ഒരു അഭിമാനമായി തോന്നിയ എന്തെങ്കിലും നേട്ടം പറയാമോ കുട്ടികളിൽ നിന്ന് നമുക്കുണ്ടായ? എനിക്കുണ്ട്. വീട്ടില് ഉമ്മനോട് തല്ല് കൂട്ടിയിട്ട് നമ്മൾ കരഞ്ഞിരിക്കുമ്പോ മോള് വന്നിട്ട് പറയും ഞാൻ ഉമ്മനെ ശരിയാക്കി കൊടുക്കാം, ഞാൻ വലുതായിട്ട് ഉമ്മ ചെറുതാകുമ്പോ നല്ലോണം അമ്മനെ നോക്കും എന്നൊരു വാക്ക് ഇപ്പോഴും എനിക്ക് ഭയങ്കര. അപ്പോ നമ്മൾ ഓരോ രക്ഷിതാവിന്റെയും അനുഭവങ്ങൾ നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അല്ലെ? ഇനി ഞാൻ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് നിങ്ങൾ യെസ് ഓർ നോ ആണ് ആൻസർ പറയേണ്ടത്. അപ്പൊ ഒരു കുട്ടി പറയുന്നത് കേൾക്കാതെ, നമ്മുടെ കുട്ടി പറയുന്നത് കേൾക്കാതെ ഞാൻ ഉപദേശം നൽകാറുണ്ട്. യെസ് ആണോ നോ ആണോ? ഓക്കെ. ഞാൻ എന്റെ കുട്ടിയെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു, പക്ഷെ ചിലപ്പോൾ എന്റെ ക്ഷമ പോകും. യെസ്. ഞാൻ പെർഫെക്റ്റ് പാരന്റ് അല്ലെന്ന് എനിക്കറിയാം. യെസ് ഓർ നോ? കുറെ കാര്യങ്ങൾ നോയുണ്ട്, യെസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ എന്റെ PPT ഷെയർ ചെയ്യുന്നേ. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബിന്ദു കോതേരി. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തോ മാം. അപ്പൊ ആ കട്ട മുകളിലേക്ക് പോയിക്കോളൂ. അതിന്റെ താഴെ വെച്ച് ക്ലിക്ക് ചെയ്യാ. AI ഫോട്ടോ ആണോ? ഒന്നും കാണുന്നില്ല. ഓക്കെ. ബ്ലാങ്ക്. യെസ്. ഞാൻ ബിന്ദു കോതേരി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയിൽ സ്റ്റുഡന്റ് കൗൺസിലറായി വർക്ക് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷണൽ ഒബ്ജectives. ഇതൊന്ന് ആരെങ്കിലും വായിക്കാവോ? By the end of the training session, all participants will be able to tell 5 points on parenting to nurture a positive, loving relationship with their children. Thank you. 5 L's of parenting. നമുക്ക് പാരന്റിങ് ഒരു പാരന്റ് ആവുക, സാധാരണ ഒരു പാരന്റ് ആവുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു ബെസ്റ്റ് പാരന്റ് ആവുക എന്നതാണ് നമ്മൾ ബെസ്റ്റ് പാരന്റ് ആയി തീരുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മള് കുട്ടികള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് അല്ലെ? എപ്പോഴും നമ്മള് നല്ലത് പറയുന്നതിന് നല്ല കുറെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് അധികം ശ്രദ്ധിച്ച് അതിനെ കുറിച്ച് വഴക്ക് പറയാർക്ക് അങ്ങനെ അനുഭവമില്ലേ നിങ്ങൾക്ക്? അയ്യോ, നമ്മൾ അതിന് പകരം നമ്മള് അവരുടെ ചെറിയ നേട്ടങ്ങളിലൊക്കെ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അവർക്കത് വളരെ ഒരു സന്തോഷം നൽകും. അതുപോലെ ആളുകളുടെ ഇടയിലൊക്കെ അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അതിലൊരു അഭിമാനം വരും. അതുപോലെ അത് വേണ്ട സമയത്ത് അവരെ ശകാരിക്കുകയും ചെയ്യുമ്പോൾ, ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടും നല്ലതും കിട്ടുന്നുണ്ട്, ചീത്തതും കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടിലും അവർക്ക് ശാസിക്കുന്ന സമയത്ത് അവർക്കത് അത്ര ഫീൽ ചെയ്യില്ല. പിന്നെ എന്തൊക്കെ നമ്മള് കുട്ടികളെ ശീലിപ്പിക്കണം? സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ
ഷൂ കെട്ടാൻ ശീലിപ്പിക്കണം, വേണ്ടേ? വേണം. അതുപോലെ യൂണിഫോം ഇടാനൊക്കെ സ്വയം അവരെ ശീലിപ്പിക്കണം. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാൻ ശീലിപ്പിക്കണം. ഇങ്ങനെ അതുപോലെ നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നതിന് പകരം സ്വയം പഠിക്കാൻ കുട്ടിയെ ശീലിപ്പിക്കുന്നത് അവനിൽ നല്ലൊരു ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പാരന്റിങ്ങിന്റെ 5 എല്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലവ്, സ്നേഹം. സ്നേഹമാണഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം മോഹനം ഭുവന സംഗമിങ്ങതിൽ. ഇത് ആരുടെ വരികളാണെന്ന് അറിയാമോ? കുമാരനാശാന്റെ നളിനിയിലെ സ്നേഹമാണഖില സാരമൂഴിയിൽ എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ്. ഇതിന്റെ അർത്ഥം അറിയാമോ? ലോകത്തിലെ എല്ലാറ്റിനും സാരാംശം സ്നേഹമാണ്. ഈ ലോകത്തിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായൊരു വികാരം തന്നെ സ്നേഹമാണ്. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഷോ യുവർ കിഡ്സ് യു കെയർ അബൌട്ട് ദം, സ്പെൻഡ് ടൈം വിത്ത് ദം and tell them you love them. Being kind and supportive help them feel safe and happy. അപ്പൊ നമ്മുടെ കുട്ടികളെ കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്കത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കന്റെ കയ്യിലെ പണം പോലെയാണ് എന്നാണ് കേട്ടിട്ടുണ്ടോ ചൊല്ലേ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ ബീയിങ് കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ്, അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ എപ്പോഴും ഉള്ള സമയത്താണ് അവർക്കൊരു സേഫ് ഫീലിംഗ് ഉണ്ടാവുക. ഇപ്പൊ നമ്മള് ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ്, ഇല്ലെങ്കില് അത് പറഞ്ഞ ഒരു രക്ഷിതാവിനെ നിങ്ങൾക്കറിയാമോ? തിലകൻ. ഏത് സിനിമയാണ്? പഠികം എന്ന സിനിമയിലെ ഒരു രക്ഷിതാവ് തിലകന്റെ റോളാണ്. ആരാണത്? ആ റോളിന്റെ പേരറിയാമോ? തിലകന്റെ റോള് ചാക്കോ മാഷി. എങ്ങനെയുള്ള ഒരു പാരന്റ് ആണ്? ഒരു അതോറിറ്റേറ്റീവ് പാരന്റ് ആണ്. ഒരു ക്രൂവൽ, ഒരു എന്താ പറയാ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള, കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പാരന്റ്, ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണ്, അല്ലെ? തന്റെ മകന്റെ കഴിവ് മനസ്സിലാക്കാതെ താൻ പറയുന്ന രീതിയിൽ അവിടെ അൺകണ്ടീഷണൽ ലവ് അല്ല അവിടെ ഉള്ളത്. എങ്ങനത്തെ ലവ് ആണ് അവിടെ ഉള്ളത്? മകനോട് കണ്ടീഷൻഡ്, അതായത് താൻ വിചാരിക്കുന്ന പോലെ മകനായി തീരാത്തതിലുള്ള വെറുപ്പ്, അങ്ങനെയല്ലത്? ഇപ്പൊ അവനെ ഒരു ഗുണ്ടയാക്കി മാറ്റുന്നതല്ലേ അതിൽ കാണുന്നത് അച്ഛൻ അവൻ വിളിക്കുന്ന ഒരു പേരെന്താ അതില്? വണ്ടിക്ക് പേര് ചെകുത്താൻ. അത് അപ്പോ അവിടെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു പാരന്റിങ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളോട്? നമ്മള് സ്നേഹം പ്രകടിപ്പിക്കണം, അവരെ നമ്മളോട് ചേർത്ത് പിടിക്കണം, അല്ലെ? ഹഗ് ചെയ്യണം, കിസ് ചെയ്യണം. ഒരു തലോടലൊക്കെ അവർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന് അടുത്ത എല്ലാണ് ലിമിറ്റ്സ്. ലിമിറ്റ്സ് എന്ന് പറയുമ്പോ set rules or set boundaries. Set rules so your kids know what okay and what's not. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ചില അതിരുകളൊക്കെ നമ്മൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയല്ലേ? ശരിയാണ്. This helps them understand what's expected of them and keeps them safe. അങ്ങനെ വയ്ക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും അവരെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്
പാടില്ലാത്തത് എന്ത് എന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, യു മൈ സെറ്റ് ലിമിറ്റ്സ് ഓൺ സ്ക്രീൻ ടൈം ഓർ ബെഡ് ടൈം. ഇപ്പൊ എല്ലാവരും ഫോണിലാണ് അല്ലെ, എല്ലാ കുട്ടികളും. ഇപ്പൊ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ വായിച്ചു, നിങ്ങൾ എല്ലാവരും വായിച്ചോ? ഉത്തർപ്രദേശിലെ കുട്ടികളുടെ ഫ്ലാറ്റില് 9ാമത്തെ നിലയിൽ നിന്ന് 3 പെൺകുട്ടികളാണ് ചാടി മരിച്ചത് അല്ലെ? എന്തായിരുന്നു റീസൺ? ഗെയിം മൊബൈൽ പിടിച്ചു അച്ഛൻ, ഗെയിം കാണിക്കാൻ മൊബൈൽ അച്ഛൻ വാങ്ങി വെച്ചു. അവര് കൊറിയൻ സീരീസിനും ഗെയിമിനും ഒക്കെ അഡിക്റ്റ് ആയിരുന്നു അല്ലെ? അവര് എഴുതി വെച്ചത് എന്താ? ഗെയിം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെ? അവരുടെ ലോകം അതാണ്. അതെ, അത് അങ്ങനെ എഴുതി വെച്ച് അവര് അവിടെ നിന്ന് ചാടി മരിച്ചു. അത് ഇന്നലത്തെ പത്രത്തിൽ മറ്റൊരു ന്യൂസ് കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഭോപ്പാലിലുള്ള 14 വയസ്സുകാരൻ ഏത് ഗെയിമാണ്? ഫ്രീ ഫയർ ഗെയിമിന് അഡിക്റ്റ് ആയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ അവൻ ഡിപ്രഷൻ വന്നു, സൂയിസൈഡ് ചെയ്തു അല്ലെ? അപ്പൊ ഇത് ഇപ്പോ സർവ്വസാധാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം ഈ സ്ക്രീൻ ടൈമിന് ഒരു ലിമിറ്റ് കൊടുക്കേണ്ടത്, ഒരു അതിൽ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അതിനുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വലിയ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അടുത്ത L എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ലിസണിങ്, നല്ലൊരു കേൾവിക്കാരനാവുക. ബി എ ഗുഡ് ലിസണർ. ലിസൺ ടു യുവർ കിഡ്സ് വെൻ ദേ ടോക്ക്. കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ അവരെ കേട്ടിരിക്കണം, വേണ്ടേ? അവര് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. സ്കൂളിലെ കാര്യങ്ങള്, ടീച്ചേഴ്സിന്റെ അടുത്തുള്ള കാര്യങ്ങള്, എന്തെങ്കിലും ആരെങ്കിലും അവരോട് എന്തെങ്കിലും സംസാരിക്കുക, വിഷമിപ്പിക്കുക, എന്തുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് കേൾക്കാനായിട്ട് നല്ലൊരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആയി അച്ഛനമ്മമാർ നിന്ന് കൊടുത്താൽ എല്ലാ കാര്യങ്ങളും അവര് നമ്മളോട് ഷെയർ ചെയ്യും. Ask them about their day and how they feel. Understanding their thoughts and feelings help them feel valued and supported. അവർക്കൊരു അവരെ ചിന്തകൾ മനസ്സിലാക്കുവാനും നല്ലൊരു വാല്യൂ അവർക്ക് കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കാനാണ് ആളുകളെ കിട്ടാത്തത്. ഹ്യൂമൻ ലൈബ്രറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഡെൻമാർക്കിൽ 2000 തുടങ്ങിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഹ്യൂമൻ ലൈബ്രറി. അവിടെ നമ്മൾ സാധാരണ ലൈബ്രറിയിൽ എന്താണ് നമുക്ക് കിട്ടാറ്? ബുക്സ് ആണ് വായിക്കാൻ കിട്ടാറ്. എന്നാൽ ഹ്യൂമൻ ലൈബ്രറിയിൽ നമ്മളെ കേൾക്കാൻ ആളുകളെയാണ് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പോക്ക് തന്നെ അതാണ്. ആർക്കും സമയമില്ല, എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പൊ കേൾക്കാൻ തന്നെ ആളില്ല. ഇത് ഒരു ഓസ്ട്രേലിയ, അതുപോലെ US, അങ്ങനെ ഒരു 80 രാജ്യങ്ങളിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. സാറൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അടുത്തതാണ് ലേണിംഗ്. നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ നമ്മള് ഹെൽപ്പ് യുവർ കിഡ്സ് ലേൺ ന്യൂ തിങ്സ്. കുട്ടികളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം. നിങ്ങള് കുറെ ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്? ഉണ്ടോ? Encourage them to ask questions, read books and explore the world around them. അപ്പൊ അവരുടെ കുട്ടികളെ നമുക്ക് ബുക്കുകൾ വായിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യാം. അവരോട് അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക. ചോദിക്കും തോറും വളരും. And explore the world around them. This builds their confidence and helps them succeed in school and in life. അപ്പൊ അവരെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം അവരിലെ കോൺഫിഡൻസ് ലെവലാണ് കൂടുന്നത് അല്ലെ? അത് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് അവര് സ്കൂളുകളിലും വിജയിക്കും, അതുപോലെ അവരുടെ ജീവിതത്തിലും വിജയിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പം പ്രഭാതിനെ കുറെ ക്ലാസ്സസ് ഒക്കെ കുട്ടികൾക്ക് എടുക്കാറില്ലേ? മാമിന് എന്തെങ്കിലും ഈ പഠനത്തിന്റെ ക്ലാസ് പഠനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ലേണിങ്ങിനെ കുറിച്ചിട്ട് പറയാനുണ്ടോ? എന്താണ് ഒന്നുകൂടി പറയൂ. പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറില്ലേ? അതിൽ ഈ പുതിയ ബുക്കുകള് അതിനെ കുറിച്ച് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും നോളജ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നില്ലേ? ഓരോ കല്യാണപ്പുരയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭക്ഷണം തട്ട്. അപ്പൊ ഞാൻ പറയും ബിരിയാണി കഥ പുസ്തകം വായിക്കണം സന്തോഷ ചിക്കാനത്തിന്റെ. അപ്പോഴേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും. താങ്ക് യു മാം. അപ്പൊ നമുക്ക് കുട്ടികളെ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ, ബുക്സിലെ മാത്രമല്ല പുറമേ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് സ്കൂളിൽ നിന്ന് നിന്നെ പഠിപ്പിച്ചത്? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛന് ഉബുണ്ടു അറിയാമോ എന്ന് ചോദിച്ചു. എന്താണ് ഉബുണ്ടു? കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ ആണ്. ഉബുണ്ടു സോഫ്റ്റ്വെയർ IT കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് ഉബുണ്ടു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് ഒക്കെ പോലെ ഉപയോഗിക്കുന്നത്. പക്ഷെ കുട്ടി പറഞ്ഞ ഉബുണ്ടു അതല്ല. അവൻ പറഞ്ഞ ഉബുണ്ടു എന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഫിലോസഫിയാണ്, ഒരു തത്വമാണ്. അതെന്താണെന്ന് വെച്ചാല് അവിടെ എല്ലാവരും ഒരു തുല്യരാണ്. അവര് പരസ്പരം മത്സരങ്ങളില്ല. അവിടെ എല്ലാവരും തുല്യതയോടെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. മത്സരമില്ലാത്ത ഒരു സ്ഥലമാണത്. അപ്പൊ ഒരിക്കലൊരു അവിടുത്തെ ഒരു ടീച്ചർ കുറച്ച് കുട്ടികളുണ്ട്, അവരോട് പറഞ്ഞു, ഒരു ബോക്സ് ചോക്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതിൽ ആദ്യം ഓടി വരുന്നയാൾക്ക് ഇത് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ആ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്തു? പരസ്പരം കൈ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവർ ഒന്നിച്ചോടി വന്ന് ആ ചോക്ലേറ്റിന്റെ പെട്ടി എടുത്ത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അതാണ് ഉബുണ്ടു അവിടെ. അങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് കഥാപുസ്തകം വാങ്ങിക്കൊടുക്കുന്നതിലൂടെ അവരിലൊരു വൊക്കാബുലറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഡിസിഷൻ സ്കില്ല്, കുറെ അറിവുകൾ കിട്ടുന്നതിലൂടെയൊക്കെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അവരോട് കാര്യങ്ങൾ ചോദിക്കണം, അവരുടെ അഭിപ്രായം അറിയണം. ഇതൊക്കെ അതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്ത എല്ല് 5 Lsലെ ലാസ്റ്റ് എല്ലാണ് ലോഫ്റ്റർ. Have fun together as a family. Play games, tell jokes, and share funny stories. Laughing together strengthens your bond and makes happy memories. അപ്പോ ഒരു കുടുംബത്തില് നമ്മൾ എങ്ങനെയായിരിക്കണം? ഒരു കുടുംബത്തില് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്നു. ഒന്ന് ഷെയർ ചെയ്യാമോ ആർക്കെങ്കിലും? ഹാപ്പി ആയിട്ടിരിക്കണം. തമാശകളൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇല്ലേ? പരസ്പരം തമാശകൾ പറയാ, അതുപോലെ കളിക്കുക, ഗെയിമുകള്, ഫണ്ണി സ്റ്റോറീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ശരിക്കും അങ്ങനെയുള്ള ഒരു കുടുംബത്തില് ആ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? ട്രോമ സ്കോർ ചെയ്യും. അതെ, വളരെ സന്തോഷവും എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഈ ചിരിയുടെ പ്രത്യേകത എന്താണ്? Laughing together strengthens your bond and make happy memories. അല്ലേ? ഒന്നിച്ച് ചിരിക്കുമ്പോ അവിടെ എന്തൊക്കെയാ ഉണ്ടാകുന്നത്? നമ്മുടെ ആ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുകയാണ്, അല്ലെ? ആ ഒരു ബന്ധം, കുടുംബത്തിലെ ബന്ധം, അതുപോലെ അവരിൽ അത്രയും നല്ല മെമ്മറീസ് ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത്. എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള നല്ല ഓർമ്മകൾ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കാറ് കുട്ടികളോടൊപ്പം? അതെ, കുട്ടികളുള്ളപ്പോ അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം.
അപ്പോ അതെല്ലാം നമ്മളെ ആ ഒരു ഫാമിലിയെ നമുക്ക് ഒന്നിച്ചു നിർത്താനും ആ ഒരു ബോണ്ട് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ ഒരു താക്കോലാണ്, അല്ലേ? പിന്നെ അടുത്തത് റീക്യാപ്പ്. ഇനി നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? 5 L's ഓഫ് പാരന്റിങ്. ഈ 5 L's ഓഫ് പാരന്റിങ്ങിലെ ആദ്യത്തെ L എന്താണ്? ലവ്. അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കണം മാതാപിതാക്കള് കുട്ടികളോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കണം, അവർക്കത് മനസ്സിലാകണം, അവരെ തലോടണം, ചേർത്ത് നിർത്തണം. അടുത്തതോ? അടുത്ത എന്താണ്? രണ്ടാമത്തെ ലിമിറ്റ്സ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് മനസ്സിലാകണം. സ്ക്രീൻ ടൈം കുറയ്ക്കണം. അതിനൊക്കെ ഒരു ബൗണ്ടറി നിശ്ചയിക്കുമ്പോഴാണ് നല്ല വ്യക്തികളായിട്ട് അവര് മാറാൻ സാധിക്കുന്നത്. മറ്റൊന്ന് കേൾവിക്കാരിക്കണ്ടേ? അടുത്ത എന്താണ്? ലിസണിങ്. താങ്ക് യു. അപ്പൊ മൂന്നാമത്തെ ലിസണിങ്. ഒരു ലിസണർ, പാരന്റ് ഒരു ലിസണർ ആയിട്ട് നിൽക്കണം. നാലാമത്തത് ലേണിംഗ്. നമ്മൾ പുതിയ കാര്യങ്ങള് കുട്ടിയെ പഠിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അടുത്തത് ചിരിക്കുക. ഒന്നിച്ച് ലവ്, ലിമിറ്റ്സ്, ലിസണിങ്, ലേണിംഗ്, ലാഫ്റ്റർ. അടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? എനിക്കത് ചോദിക്കാനുള്ളത്, ഇപ്പോ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് നേരിടുന്ന പ്രശ്നമാണ് കുട്ടികളെ വീട്ടിൽ പഠിപ്പിക്കുക എന്നത്. അത് രക്ഷിതാക്കള് സ്കൂളിലെ അധ്യായങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ വീട്ടില്? ഞാനൊക്കെ കാണുന്നത് എന്റെ ഭാര്യ ചൂടാകുന്നൊക്കെ കാണുന്നുണ്ട്, കുട്ടിയോട് വളരെ ചൂടാകുന്നത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? കുട്ടികളെ തന്നെ പഠിക്കാൻ അനുവദിക്കുക. അറിയാത്ത കാര്യങ്ങള് നമ്മളോട് ചോദിക്കുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അവരുടെ ഒപ്പം ഇരുന്ന് സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന ആ ശീലത്തെ മാറ്റിയെടുക്കണം. അപ്പൊ അവരില് ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരും. അവരൊറ്റയ്ക്ക് ഇരുത്തി തന്നെ പഠിപ്പിക്കണം, ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാം. അതവരെ സ്വയം പഠിക്കുന്ന ഒരു ശീലത്തിലേക്ക് വളർത്തിയെടുക്കും. ഇനി എന്തെങ്കിലും? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുവോ? ഈ 5 L's ശരിക്കും നമ്മള് നടത്തണം. കാരണം വലിയ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യങ്ങളും നമ്മളിൽ ഒരു മാറ്റം വരുത്തിയാ പോരെ. ഓരോ രക്ഷിതാവും അറിഞ്ഞ് പഠിച്ചാൽ. അതുകൊണ്ടാണ് ഇപ്പത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ഞാനൊരു പാരന്റ് അല്ല എങ്കിലും തന്നെയാണ് കാരണം. നമ്മൾ വളരാത്ത തന്നെയാണ് പ്രശ്നത്തിനൊക്കെ കാരണം. അതെ അതെ, വെരി ഗുഡ്. അതായത് രക്ഷിതാവിന് കുട്ടികളോടുള്ള ആ ബോണ്ട്, അതിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മൾ കുട്ടികളോട് എത്രത്തോളം ചേർന്നിരിക്കുന്നോ അതിനനുസരിച്ച് അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കും. ഒരു അഡോളസെന്റ് ആണെങ്കിലും അവരുടെ സുഹൃത്തായിട്ട് മാറുക, എല്ലാ പ്രശ്നങ്ങളും തുറന്ന് അവർ പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക, സപ്പോർട്ട് ചെയ്യുക. വഴക്ക് പറഞ്ഞ് അതിനെ തടയരുത്. പെട്ടെന്ന് വഴക്ക് പറയുമ്പോൾ അവർക്ക് തോന്നും പറയാൻ പാടില്ല, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കേൾക്കും. ഉണ്ടാക്കാതെ എല്ലാം കേൾക്കുക, നല്ല രീതിയിൽ അവരെ കറക്റ്റ് ചെയ്തു കൊടുക്കുക. അവർക്കൊരു സപ്പോർട്ട് ആയിട്ട് മാറുക, ഒരു ഫ്രണ്ട് ആയിട്ട് മാറുക, സ്നേഹം കൊടുക്കുക, തലോടുക ഒക്കെ ചെയ്യേണ്ടതാണ്. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടണം കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ ഒരു പാരന്റിന് മാറാൻ കഴിഞ്ഞാൽ ആ കുട്ടികൾ നല്ലൊരു തലമുറയായിട്ട് വളരും. ഇനി ഒന്നുമില്ലല്ലോ അല്ലെ? കൺക്ലൂഷനിലേക്ക് പോട്ടെ.
അപ്പോ പാരന്റിങ് എന്നത് പെർഫെക്റ്റ് ആവുക എന്നതല്ല, അതൊരു സാന്നിധ്യമാണ്. ഇപ്പൊ സ്നേഹത്തോടെ മക്കളെ ചേർത്ത് പിടിക്കുകയും അതുപോലെ പരിധികളോടെ നയിക്കുകയും ചെയ്താൽ നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യമുള്ള മനസ്സോടുകൂടി ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് വളരാൻ സാധിക്കും. അപ്പോ കുട്ടികളെ അവര് നമ്മൾ പഠിപ്പിച്ചതൊക്കെ പലപ്പോഴും മറന്നുപോകും. എന്നാൽ നമ്മൾ അവരോടൊപ്പം ചിലവഴിച്ചിട്ടുള്ള ആ നിമിഷങ്ങളും സ്നേഹവും സുരക്ഷയും ഒന്നും അവർ ഒരിക്കലും മറക്കില്ല. അപ്പോ സ്ട്രോങ് പാരന്റ്സ് ഡോണ്ട് കൺട്രോൾ ചിൽഡ്രൻ, ദേ കണക്ട് വിത്ത് ദം എന്നാണ്. കുട്ടികളെ നിയന്ത്രിക്കുന്നതല്ല നല്ല പാരന്റിങ്, അവരുമായിട്ടുള്ള ബന്ധം നിർമ്മിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിന്ദു മാം. അതിനിടയ്ക്ക് എന്റെ നെറ്റ് ഒന്ന് പോയി, അതുകൊണ്ടാണ് കാണാതിരുന്നത്. വളരെ നല്ലൊരു സെഷനാണ് ബിന്ദു മാഡം കാഴ്ചവെച്ചത്. ഇനി ഇതിന്റെ ഫീഡ്ബാക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഇസ്മയിൽ സാറിനെ വിളിക്കുന്നു. ഇസ്മയിൽ സാർ ഇവിടെ അല്ലേ? ഉണ്ടല്ലോ. ഇസ്മയിൽ സാർ. സോറി, ഞാന് സെഷൻ എടുക്കുന്നു, മിസ്സായിരുന്നു എനിക്ക്. ഓക്കെ ആയിക്കോട്ടെ, മിസ്സായിട്ടുണ്ടായിരുന്നു. ഓ കുഴപ്പമില്ല. എന്നാൽ അഞ്ജു ഇല്ലേ? അഞ്ജു ജെയിംസ്. ഞാൻ ഇപ്പൊ കയറിയുള്ളൂ, ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു. ഓക്കെ കുഴപ്പമില്ല. എന്നാ പിന്നെ നമുക്ക് മാന മേഡം തന്നെ ആയിക്കോട്ടെ. ആരാണ്? മാന. ഞാൻ കേട്ടിരുന്നു, കേട്ടുന്നു. ഓക്കെ, ഞാൻ പറയാം ആദ്യം, അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ സാർ പറഞ്ഞോളൂ. ഓക്കെ. താങ്ക് യു പ്രഭാവതി മാം. ഈ ഒരു സന്ദർഭം തന്നതില് വളരെയധികം സന്തോഷം. എന്തായാലും പാരന്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പാരന്റ് അല്ലെങ്കിലും എനിക്ക് ഈ ഒരു കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇന്ന് വരെ ഒരു പാരന്റ് ആവാനുള്ള ഒരു സുവർണ അവസരം ലഭിച്ചു എന്ന് എനിക്ക് പറയാം. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പറയുന്നത് പോലെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, യഥാർത്ഥ പാരന്റ് വളരെയധികം സ്ട്രിക്റ്റോട് കൂടിയാണ് നിൽക്കാറ്. അപ്പം പക്ഷെ അത് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ല ഫ്രീ ആയിട്ട് അവരുടെ അടുത്ത് ചെല്ലുന്നതുകൊണ്ട് രാവിലെ തൊട്ട് രാത്രി 10 മണി വരെ അവർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഈ ക്ലാസ് നടക്കുമ്പോൾ ഓടി വരും, വല്യമ്മ എന്നാണ് വിളിക്കുക. അപ്പൊ ഓടി വന്നിട്ട് അവരുടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും. 2.5 വയസ്സുള്ള ഒരാളും 7 വയസ്സുള്ള ആളുമാണ് ഉള്ളത്, 2 പേരാണ് ഉള്ളത്. അവർ 2 പേരും എന്നോട് അവരുടെ പാരന്റിനോട് പോലും ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും എന്നോട് വന്ന് പറയുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന ലിസണിങ് കപ്പാസിറ്റി കൂടുതലാണ്. അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അതുകൊണ്ട് ആണ് നമ്മളെ കൂടുതലായിട്ട് അടുത്തറിയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ മനസ്സുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കും ദൈവം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പാരന്റ് ആവാനുള്ള ഒരു അവസരം തരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലിമിറ്റ്സ് വയ്ക്കാറില്ല. അവരവരുടെ അത് പാരന്റിന് വിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ്, അവരെ പഠിപ്പിക്കുക, അവരെ കളിക്കാനാണ് ഞാൻ കൂടുതലായിട്ട് അവരെ കൂടെ നിൽക്കുക. അതുകൊണ്ട് അവർക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ പറയുന്നത് കേൾക്കാൻ. രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറയും വൈകുന്നേരം വന്ന് ഞാൻ കളിക്കാൻ വരില്ല എന്ന് പറയും. അപ്പൊ അവൻ ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കും, എല്ലാം കഴിക്കും. അവൻ ആ കളിക്കുക എന്നുള്ളതിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ചിരിക്കുക, എല്ലാവരുമായിട്ട് ചിരിക്കാനും അവര് ഭയങ്കര കൂട്ട് തന്നെയാണ് നമ്മളോടുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഒരു സെഷൻ എനിക്ക് എന്താ പറയാ, ആ ഒരു അവസരം കിട്ടിയത് കൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിച്ചു. വളരെയധികം നന്നായിട്ട് തന്നെ മാം ക്ലാസ് എടുത്തു. പക്ഷെ ഒരു ഇംപ്രൂവ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടി ആദ്യം തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കണം. കൈ താഴെ വരണമായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നല്ല ഒരു ക്ലാസ് തന്നെയായിരുന്നു. ടൈം നോക്കാനായിട്ട് പറ്റിയില്ല. പ്രഭാവതി മാം ഒന്ന് ചേഞ്ച് ആയത് കൊണ്ട് മാത്രം എനിക്കൊന്ന് എന്താ പറയാ സമയം നോക്കാനായിട്ട് സാധിച്ചില്ല. നെറ്റിന്റെ മാത്രം എനിക്ക് അറിയത്തില്ല, ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മേഡം. പിന്നെ ഇനി ബിന്ദു മാഡത്തിന്റെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഞാൻ പറയണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ശ്രീനിവാസൻ സാറേ. ഓക്കെ കേൾക്കാമല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? ഓക്കെ. ബിന്ദു മാഡത്തിന്റെ ക്ലാസ് വളരെ മനോഹരമായ ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നു. ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് നല്ലോണം മനസ്സിലാക്കിയാണ് പഠിച്ചാണ് അത് അവതരിപ്പിച്ചത്. കൺഗ്രേഷൻ, നല്ല ബിഗിനിങ് വളരെ മനോഹരമായിരുന്നു. കുട്ടികൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ തുറന്ന് സംസാരിക്കുന്നത് അവരുടെ കൂട്ടുകാരോടാണ്. അപ്പം കൂട്ടുകാരോടെല്ലാം അവർ പറയുന്നു, നമ്മളും എല്ലാ കാര്യവും തുറന്നു പറയുന്നത് നമ്മുടെ വീട്ടിൽപ്പെട്ട ആളിനേക്കാൾ ഉപരിയായിട്ട് സുഹൃത്തുക്കളോടാണ്, കൂട്ടുകാരോടാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കൂട്ടുകാരായി മാറണം എന്നൊരു സന്ദേശം ബിന്ദു മാം തന്റെ ക്ലാസ്സിലൂടെ നൽകിയിട്ടുണ്ട്. അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ്